ജിൻഹാൻ, നമുക്ക് ഈ ഗെയിം കളിച്ചാലോ? ഇപ്പൊ കഴിച്ചല്ലേ ഉള്ളു, കുറച്ച് എൻജോയ്മെന്റ് ആകാം. ഏതിന് ഇവളും പറഞ്ഞിട്ട് അവൻ്റെ കൂടെ ഗെയിം കളിക്കും. പക്ഷെ അവസാനം വരെ ഇവൾക്ക് ആ ഗെയിം എങ്ങനെയാ കളിക്കുന്നതെന്ന് അറിയത്തില്ല. കാരണം അത് കളിക്കാൻ മാത്സ് അറിയണം. അപ്പരാണ് ഇത് കണ്ട് അവനും ബുദ്ധിയില്ലാത്തവളോട് കളിക്കാൻ വന്ന ഇങ്ങനെ ഇരിക്കുന്ന അവളെ ആക്കും. അതോടെ അവള് വീട്ടിൽ ചെന്നിട്ട് നാണക്കേട് സഹിക്കാൻ പറ്റിയ ദേഷ്യത്തിരിക്കും. എന്നെ അവൻ പൊട്ടിന്ന് വിളിച്ച്, ജിൻഹാൻ എന്നെക്കാൾ എല്ലാത്തിലും ബെസ്റ്റാ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്നിന് അവള് മൊത്തത്തിൽ നാണക്കേട് സഹിക്കാൻ പറ്റാതെ വിഷമിച്ച് അവളുടെ ഓൺലൈൻ ഫ്രണ്ടിനൊക്കെ മെസ്സേജ് അയക്കും. അപ്പരാണ് അവളത് കണ്ടിട്ട്, സാക്ഷി നിനക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്, നീ സ്മാർട്ട് അല്ല. ഏതിന് അവളും കുറച്ച് കംഫർട്ട് ചെയ്യുമ്പോഴാണ് ഇവൾക്ക് സമാധാനമാകുന്നത്. അതിനുശേഷം അവൾ അടുത്ത ദിവസം ഇവൾക്ക് ബുദ്ധി ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു IQ ടെസ്റ്റ് ആൻസർ ചെയ്തിട്ട് ഇവൾക്ക് 250 150 മാർക്ക് കിട്ടിയെന്നറിഞ്ഞ് അവനോടൊന്ന് കാണിക്കും. അപ്പനാണ് അവനത് നോക്കിയിട്ട്, സാക്ഷി ഇത് പഠിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല, ഇത് ജസ്റ്റ് എന്റർടൈൻമെന്റ്. സിനിമ പാട്ടിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിന്നേക്കാളും ബെറ്റർ ആയിട്ട് ഷെങ് നല്ല മാർക്ക് വാങ്ങിക്കും. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവൾക്ക് സഹിക്കാൻ പറ്റാതെ, എന്തോ എന്നെക്കാളും നല്ലോണം ഷെങ് വാങ്ങിക്കുന്നു, അപ്പൊ എന്നെക്കാളും അവന് ബുദ്ധിയുണ്ടോ? ഏതിന് അവൾ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഷെങ്ങും വരുന്നത്. ഓ കിങ്കോങ്, ഇതെന്തോ IQ ടെസ്റ്റ്, നിനക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലെന്ന് നോക്കാൻ പോയതാണോ? ഏതിന് അവൻ വന്നിരിക്കുമ്പോഴാണ് ഇവൾ അവനെ നോക്കിയിട്ട്, എടാ ഷെങ്, നീ ഇത് മൊത്തത്തിൽ മായിച്ചു കളഞ്ഞിട്ട് നീ ആൻസർ ഒന്ന് സോൾവ് ചെയ്ത് കാണിക്കാവോ, നിനക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കട്ടെ. ഏതിന് അവളും ജിൻഹാൻ പറഞ്ഞ പോലെ ഇവളെക്കാലം അവന് ബുദ്ധി ഉണ്ടെന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് അവസാനം അവനത് ഫുൾ ആൻസർ എഴുതി 200 മാർക്ക് കിട്ടും. അപ്പോഴാണ് ഇത് കണ്ട് അവൾ ഞെട്ടിപ്പോന്നത്. ജിൻഹാൻ പറഞ്ഞ സത്യമാണല്ലേ, എന്നെക്കാളും നിനക്ക് 20 മാർക്ക് കൂടുതല, നീ ബുദ്ധിമാന. ഏതിന് ഇവൾ പറയുമ്പോഴാണ് അവനും, പിന്നല്ല നീ എന്തോ വിചാരിച്ച നിന്നെ പോലെ മണ്ടിയാന്ന്. ഏതിന് അവരുണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ലീലിയം വന്നിട്ട്, ഓ ഞാനാണ് 250 മാർക്ക് വാങ്ങിക്കും, ഇതൊക്കെ സിമ്പിൾ കാര്യം. ഏതിന് അവൾ കുറച്ച് ഷോ കാണിക്കുമ്പോഴാണ് ഷെങ് അവളുടെ പേപ്പർ എടുത്തിട്ട്, എങ്കിൽ പിന്നെ ഞാൻ ചെയ്ത ഞാൻ നോക്കട്ടെ. ഏതിന് അവളെ കൊണ്ട് ആൻസർ എഴുതിപ്പിക്കും. പക്ഷെ അവള് കണ്ടിട്ട് ഒരു ഉത്തരം പോലെ അറിയാത്തോണ്ട് ആ പേപ്പർ മൊത്തത്തിൽ കീറി കളയും. അപ്പനാണ് ഇത് കണ്ട് ഷെങ്ങും കളിയാക്കുന്നത്, അയ്യോ എന്തോ പറ്റി, അതിനുമ്പ് സോൾവ് ചെയ്ത് കീറി കളഞ്ഞ, ക്ലാസ് എപ്പോഴും നീ ആണല്ലോ സെക്കൻഡ്. ഏതിന് ഇവനാക്കുമ്പോഴാണ് അവളും, ഓ ഇത് പഠിക്കുന്ന കാര്യമൊന്നുമില്ല, ഇത് എന്റർടൈൻമെന്റ്, ഇതൊന്നും വലിയ കാര്യമില്ല. ഏതിന് അവളും തിരിച്ചറിയും. അതിനുശേഷം ക്ലാസ്സും തുടങ്ങുമ്പോഴാണ് സാക്ഷിയും ഇവളെക്കാളും ഷെങ് ബുദ്ധിശാലിയാന്ന് പറഞ്ഞ് അവൾ കട്ടക്കലിപ്പിരിക്കും. അപ്പരാണ് ഇതൊക്കെ അടുത്തിരുന്ന് ജിൻഹാനും കണ്ട് പേടിച്ച് ചെറുതായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കും. ദേഷ്യത്തല്ലേ ഇവനടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ്. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് ഇവൾ അതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആ കണ്ണാടിയുടെ പെങ്കോച്ചം വന്ന് ഇവളുടെ ആൻസർ ഷീറ്റ് കൊടുത്തിട്ട് പോകും. സാക്ഷി ഈ പ്രാവശ്യം നീ പൊട്ടിപ്പോയി, പേടിക്കണ്ട. ഏതിന് ഇവളും പറയുമ്പോഴാണ് അവൾ മൊത്തത്തിൽ തലയിറങ്ങി വീഴാൻ പോകും. അപ്പരാണ് അവൾ സമാനപ്പെടുത്തുന്നത്, സാക്ഷി നിനക്കിത് ആദ്യത്തെ പ്രാവശ്യം ഒന്നല്ലല്ലോ, എപ്പോഴും പൊട്ടിയല്ലേ പോന്നെ, നിനക്കിത് ശീലമായി കാണും, കൺഫ്യൂസ് ആവണ്ട, ടീച്ചർ നിന്നെ വിളിക്കുന്ന കേട്ടോ, ഫൈറ്റിംഗ്. ഏതിന് അവളും പറഞ്ഞിട്ടങ്ങ് പോകും. ഇത് കണ്ട് അവളും കരഞ്ഞിട്ട്, എനിക്ക് ഒട്ടും തന്നെ ബുദ്ധിയില്ല, മാത്സും അറിയത്തില്ല, ആ ഷെന്നിനെക്കാളും എനിക്ക് മാർക്കും കുറവാ, പിന്നെ ജിൻഹാൻ ഇഷ്ടപ്പെട്ട ഗെയിം പോലും കളിക്കാൻ പറ്റുന്നില്ല. ഏതിന് അവളും വിഷമിച്ചോണ്ട് പോകുമ്പോഴാണ് ഇതൊക്കെ അവനും കണ്ടിട്ട്, അപ്പൊ ഇവൻ പറഞ്ഞാണ്ടാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനൊരു പേപ്പറിനകത്ത് നീ ഒന്ന് മണ്ടിയല്ലെന്ന് എഴുതി വെച്ചിട്ട് പോകും. അപ്പരാണ് ടീച്ചറിനെ കണ്ടിട്ട് അവളൊന്ന് അവളുടെ ബുക്ക് നോക്കുമ്പോൾ അതിനകത്ത് ഇവ എഴുതിയ പേപ്പറാണ്. ഇത് കണ്ട് അവള് സന്തോഷത്തിൽ ജിൻഹാനെ നോക്കുമ്പോഴാണ് അവനൊന്നും എഴുതാത്ത പോലെ അടുത്തേക്ക് വന്നിരിക്കും. അപ്പരാണ് വീണ്ടും അവിടേക്ക് ഷെങ്ങും വന്നിട്ട്, കിങ്കോങ് കൺഗ്രാചുലേഷൻ, നീ ഇത്തവണ എന്നെ പൊട്ടിച്ച് സെക്കൻഡ് ലാസ്റ്റ് ആയി, അതുകൊണ്ട് ഞാനിപ്പോ ലാസ്റ്റ് ആയി. ഏതിന് അടുത്ത പ്രശ്നം വന്നോടെ ഇവള് വീണ്ടും തലയിറങ്ങി വീഴും. ഇപ്പോഴാവുമ്പോൾ മണ്ടിയല്ലെന്ന് പറഞ്ഞ് വീണ്ടും ഇവള് മണ്ടിയാന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എക്സാമിൽ സെക്കൻഡ് ലാസ്റ്റ് വാങ്ങിച്ചേക്കും. അങ്ങനെ ഷെങ്ങും അവൾക്കത് കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് എല്ലാ പ്രാവശ്യം സ്കൂളിൽ ഫസ്റ്റ് മാർക്ക് വാങ്ങിക്കുന്നത് ആ കണ്ണാടിയുടെ കൊച്ചാണ്. പക്ഷെ ഈ തവണ ജിൻഹാൻ ഫസ്റ്റ് ആയതുകൊണ്ട് അവൾ സെക്കൻഡ് ആയി പോയി. ഇതോർത്ത് അവള് വിഷമിച്ചിരിക്കുമ്പോഴാണ് സാക്ഷിയും ജിൻഹാൻ ഫസ്റ്റ് ആയതുകൊണ്ട് അവള് സന്തോഷത്തിരിക്കും. ഇത് കണ്ട് ഷെങ്ങിനൊന്നും മനസ്സിലാവാതെ, എടി മണ്ടി നീ സെക്കൻഡ് ലാസ്റ്റാ, സന്തോഷം കണ്ടിട്ട് സെക്കൻഡ് വാങ്ങിച്ച പോലാണല്ലേ. ഏതിന് അവനും ചോദിക്കുമ്പോ തന്നെ അവിടേക്ക് ജിൻഹാൻ നടന്നു പോകും. ഇത് കണ്ട് സാക്ഷി സന്തോഷത്തി അവനെ ഫസ്റ്റ് കിട്ടിന്ന് വിളിച്ചു പോകുമ്പോഴാണ് അവൻ ഇത് കണ്ട് പേടിച്ചിട്ട് ഒന്നും പറയാതെ അവിടെ നിന്ന് പോകും. അപ്പനാണ് അടുത്ത് ആ കണ്ണാടിയുടെ പെങ്കൊച്ചും ഹാർട്ട് ബ്രോക്കണായി അടുത്തേക്ക് വന്ന് നിൽക്കുന്നത്. ഇത് കണ്ട് സാക്ഷിയും പേടിച്ചുപോയി, അയ്യോ നിന്റെ മൂക്കിനെന്ത് പറ്റി, അതിന് ചോരയൊക്കെ വരുന്നു. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവളും, ചോരയോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഏതിന് അവളും തലയിറങ്ങി വീഴാൻ പോകുമ്പോഴാണ് സാക്ഷി അവളെ പിടിച്ചിരുത്തുന്നത്. ഞാൻ വേണം നിന്നെ നഴ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോകാം, ഇല്ല അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഓക്കെ. ഏതിന് അവളും ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന പിള്ളേരെല്ലാം സംസാരിച്ചോണ്ടിരിക്കും. ജിൻഹാൻ ഫസ്റ്റ് ആയതുകൊണ്ട് ഇവള് സെക്കൻഡ് ആയ വിഷമത്തിലാണ്. അങ്ങനെ ഇതൊക്കെ കേട്ട് സാക്ഷിയും ക്ലാസ്സിലേക്ക് ചെന്ന് അവളെ സമാനപ്പെടുത്തും. നീയൊന്നും വിഷമിക്കണ്ട, ചിലർക്ക് പനിയുള്ളപ്പം ഇങ്ങനെയൊക്കെ വരുന്ന് പറയാറുണ്ട്. ഞാനിപ്പോ നഴ്സിനെ കണ്ടപ്പം നീ ഇങ്ങനെ കൈപൊക്കി കുറച്ച് സമയം സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ പറഞ്ഞു, നിന്റെ ചോരയൊക്കെ നിന്നോളും. പിന്നെ അതേപോലെ നീ ഒന്നും വിഷമിക്കണ്ട കേട്ടോ, നീ എപ്പോഴും ബെസ്റ്റ്, ഫസ്റ്റിലെ സെക്കൻഡിലൊന്നും മാറ്റർ ഇല്ല. എന്നിന് ഇവള് സമാനപ്പെടുത്തുമ്പോഴാണ് ഇതൊക്കെ ജിൻഹാനെ സന്തോഷത്തിൽ കണ്ടോണ്ടിരിക്കും. അതിനുശേഷം അവളും അവന്റെ അടുത്തേക്ക് ഒന്ന് പതിയെ സംസാരിക്കും. ജിൻഹാൻ ഞാൻ അവിടെ നിന്ന് വിളിച്ചു കേട്ടില്ല, നിനക്ക് ഫസ്റ്റ് കിട്ടി. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും, നീ ഇത്രയും വിളിച്ചു പോകുമ്പോൾ ഞാൻ എങ്ങനെ കേൾക്കായിരിക്കും, മറ്റേ കൊച്ചു കേൾക്കാതിരിക്കാനാണോ ഇങ്ങനെ നീ പതിയെ പറയുന്നത്. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും, അത് തന്നെ, നീ ഫസ്റ്റ് ആയതുകൊണ്ട് പാവള് സെക്കൻഡ് ആയി, ആ വിഷമത്തിൽ മൂക്കിന്നൊക്കെ ചോര വന്നു, എന്തായാലും നീ ഒരു സ്മാർട്ടായ പയ്യനാ. ഏതിന് ഇവളും പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വരുന്നത്.
പിള്ളേരെ, ഈ തവണ നമ്മുടെ സ്കൂളിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാ റിസൾട്ട് വാങ്ങിച്ചേക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ വലുതായിട്ട് ആരും ഈ തവണ നല്ല മാർക്ക് വാങ്ങിച്ചിട്ടില്ല. പക്ഷെ അതിൽ എടുത്തു പറയാനുണ്ട്, ജിൻഹാൻ നമ്മുടെ സ്കൂളിലെ ഫസ്റ്റ് ആയിരുന്നു. അതേപോലെ സെക്കൻഡും എപ്പോഴും ഫസ്റ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ലിങ്ഷി. ഏതിന് ടീച്ചറും പറയുമ്പോൾ തന്നെ അവളുടെ മൂക്കിൽ നിന്ന് വീണ്ടും ചോര വരും. കാരണം ജിൻഹാൻ ഫസ്റ്റ് ആയതുകൊണ്ട്. ഇത് കണ്ട് ടീച്ചറും പേടിച്ചു പോയി, ലിങ്ഷി എന്തോ പറ്റി, മൂക്കിൽ നിന്നൊക്കെ ചോര വരുന്നു, ഡോക്ടറിനെ കാണാൻ പോണോ? ഏതിന് ടീച്ചർ വയ്ക്കുമ്പോഴാണ് അവളും, ഒന്നില്ല ടീച്ചർ, എനിക്ക് ചൂടുണ്ടായതുകൊണ്ട് അങ്ങനെ വരുന്നത്, ഞാൻ നഴ്സിനെ കണ്ടായിരുന്നു. ഏതിന് ഇവൾ പറയുമ്പോഴാണ് ടീച്ചറും, ഓ എങ്കിൽ പിന്നെ പിള്ളേരെ ഇപ്പോഴൊക്കെ നല്ല ചൂടാ, എല്ലാവരും നല്ലോണം വെള്ളം കുടിച്ചാണ്, അടുത്ത മാസത്തിലെ എക്സാം നിങ്ങൾ ബെറ്റർ ആയിട്ട് വാങ്ങിക്കണം. ഏതിനെ ടീച്ചർ പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇത് കേട്ടവളും, ഓക്കെ ടീച്ചർ ഞാൻ വാങ്ങിച്ചിരിക്കും. ഏതിന്റെ ലിങ്ഷിയും കോൺഫിഡൻസോടെ ഇരിക്കും. അപ്പരാണ് ഷെങ് ഇതെല്ലാം കേട്ടിട്ട്, ഈ ക്ലാസ്സിലെ പിള്ളേർക്ക് എന്തുവാടാ എപ്പോഴും മാർക്ക് കുറഞ്ഞോണ്ടേ ഇരിക്കുന്നത്, എന്നെ കണ്ടു പഠിക്കണം. ഏതിന്റെ അവന്റെ ഫ്രണ്ട്സായിട്ട് മാസം അണിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് ലീലയും ദേശത്തി അവന്റെ അടുത്തേക്ക് വരും, യൂഷങ് നമ്മുടെ സ്കൂളിലെ നീയാ ലാസ്റ്റ്, എന്നിട്ട് നീ ഞങ്ങളെ കളിയാക്കുന്ന. ഏതിന് ഇവള് ചൂടാകുമ്പോഴാണ് അവനും, ഓ ബ്യൂട്ടി നീ ആയിരുന്നു, ഞാന് എല്ലാ തവണയും 20 മാർക്ക് വാങ്ങിച്ച് സെയിം പൊസിഷൻ ഇരിക്കുക, പക്ഷെ നീയോ സെക്കൻഡിൽ നിന്ന് ഇപ്പൊ തേർഡിലോട്ട് വന്ന്, അതായത് നിന്റെ മാർക്ക് കുറഞ്ഞ്. പക്ഷെ ഇതുവരെ എന്റെ മാർക്ക് കുറഞ്ഞിട്ടേ ഇല്ല, എപ്പോഴും അതേ 20. അപ്പൊ ഇവിടെ ആരാ ബെറ്റർ, വാളിയാ നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഏതിന് അവനും ഇവളെ കളിയാക്കിട്ട് പോകുമ്പോഴാണ് ഇത് കണ്ട് അവളും ദേഷ്യത്തിരിക്കും, ഞാൻ തേർഡാവാൻ കാരണം ആ ജിൻഹാൻ ഫസ്റ്റ് ആയതുകൊണ്ട്. ഏതിന് അവളും ദേഷ്യത്തിരിക്കും. അതിനുശേഷം ബ്യൂട്ടി ക്ലബ് എല്ലാം കൂടെ പുറത്തേക്ക് പോകുമ്പോഴാണ് അവരൊക്കെ പറയുന്നത്, ലീഡർ നീ എന്തോ ഇങ്ങനെ ദേഷ്യത്തിരിക്കുന്നത്, ആ ഷെങ് നിന്നെ കളിയാക്കിയതുകൊണ്ടാണോ? അവനും നീ തമ്മിൽ എപ്പോഴും വഴക്കാണല്ലേ, ഇനി തൊട്ട് നീ അവന് മൈൻഡ് ചെയ്യണ്ട, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. ഏതിന് ഇവരെ പറയുമ്പോഴാണ് അവളും ദേഷ്യത്തി, ഞാനൊന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഏതിന് അവളും ദേഷ്യപ്പെടും. അപ്പരാണ് ഇതൊക്കെ അവർ തെറ്റാക്കി മനസ്സിലാക്കി, എടി മിണ്ടായി, അവനെ കുറിച്ച് സംസാരിക്കുന്ന ലീലിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഏതിന് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ സത്യത്തിൽ ഇവൾക്ക് ഷെങ്ങിനോട് പണ്ടേ ക്രഷുള്ള, ഇത് മനസ്സിലാവാതെ ഇവരൊക്കെ ലീലയെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പരാണ് ബ്യൂട്ടി ക്ലബില് വേറൊരു പെങ്കൊച്ചും പറയുന്നത്, പിന്നെ ലീല നിങ്ങളുടെ ക്ലാസ് എല്ലാവർക്കും മാർക്ക് കുറവായതുകൊണ്ട് വേറെ ക്ലാസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാന്ന്. ഏതിന് അവരൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ സുൻഷിനും കേട്ടിട്ട് നൈസിന് ഈ കാര്യം സാങ്ഷിയോടൊന്ന് പറയും. കാരണം എപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇവൾക്ക് ഇൻഫോർമേഷൻ തരുന്നത് സുങ്ഷിനാണ്. അപ്പരാണ് ഇവൾക്ക് ഇൻഫോർമേഷൻ ഒക്കെ ആരാ പറഞ്ഞു നോക്കുമ്പോൾ അവിടെ കാര്യം കാണത്തില്ല. അപ്പരാണ് അവിടേക്ക് ലീലയും വന്നിട്ട്, ഓ അതിനുമ്പോൾ നിനക്ക് ഇൻഫോർമേഷൻ കിട്ടിയ നമ്മുടെ ക്ലാസ് ഷഫിൾ ചെയ്യുന്ന കാര്യം. ഏതിന് അവളും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് സാക്ഷി മൊത്തത്തിൽ സാഡാകും, എനിക്കാണെങ്കിൽ മാർക്കും കുറവ്, അങ്ങനെയാണ് എന്നെ പിടിച്ച് വേറെ ക്ലാസ്സിലാക്കും, ഇനി തൊട്ട് എനിക്ക് ജിൻഹാന്റെ അടുത്ത് ഇരിക്കാൻ പറ്റത്തില്ല, അതിനർത്ഥം ഇനി തൊട്ട് എനിക്ക് അവനെ ലോങ്ങിൽ നിന്നേ കാണാൻ പറ്റത്തുള്ളൂ, എന്നെ ഈ ക്ലാസിന്റെ അകത്ത് പോലും കയറ്റത്തില്ല. ഏതിന് അവള് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇവളെ കണ്ട് ഷെങ്ങും, കിങ്കോങ് നീ നിന്നെ ഡള്ളായിട്ടിരിക്കുന്നത്, എപ്പോഴും നീ സെക്കൻഡ് ലാസ്റ്റല്ലേ വാങ്ങിക്കുന്നത്, നീ ഒന്നും മേടിക്കണ്ട, വേണം അടുത്ത പ്രാവശ്യം ഒരു മാർക്ക് കൂട്ടി വാങ്ങിക്കാം. ഏതിന് ഇവനെ സമാനപ്പെടുത്തുമ്പോഴാണ് അവള് മാർക്ക് കുറഞ്ഞവരെയൊക്കെ ക്ലാസ് മാറ്റുന്ന കാര്യം പറയും. അപ്പരാണ് അവന് സന്തോഷത്തി, അത് കൊള്ളാല്ലേ, എങ്കിൽ പിന്നെ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, നീ ഞാൻ ഒരേ ക്ലാസ്സിലായിരിക്കും. ഏതിന് അവനും പറഞ്ഞിട്ട് കിടക്കുമ്പോഴാണ് സാക്ഷി ഇതെല്ലാം പറഞ്ഞിട്ട് ജിൻഹാനും നോക്കുമ്പോൾ അവ സന്തോഷത്തിരിക്കും. അപ്പരാണ് ഇത് കണ്ട് അവളും തെറ്റിയിരിക്കുന്നത്, ഓ ഞാൻ ക്ലാസ് മാറി പോകുന്നത് ഇവൻ ഇഷ്ടമെന്ന് തോന്നുന്നില്ല, അപ്പൊ ഇവൻ എന്റെ അടുത്ത് ഇരിക്കണ്ടേ. ഏതിന് അവളും തെറ്റിയിരിക്കും. പക്ഷെ അവൻ അവിടെ നിന്ന് സീക്രട്ട് ആയിട്ട് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് വേറെ ഏതാണ്ട് കേട്ടോണ്ടിരിക്കുക. അതിനുശേഷം ലീലി അവളുടെ കൂട്ടുകാരായിട്ട് ക്ലാസ്സിലേക്ക് വരും. അപ്പനാണ് ഷെങ്ങിനെ കണ്ടിട്ട് ഇവളും, ഓ ക്ലാസ് മാറാൻ പോവാ, ഇവന് വിഷമമില്ലാതെ എത്ര കൂളായിട്ട് കിടക്കുന്നു. ഏതിനെ ലീല ഫീൽ ചെയ്യുമ്പോഴാണ് അവളുടെ കൂട്ടുകാരും പറയുന്നത്, അതിനിപ്പോ എന്തോ നിനക്ക് നല്ല കാര്യമല്ല, ഇനി തൊട്ട് നിനക്ക് അവനെ കാണേണ്ട ആവശ്യം വരത്തില്ല. ഏതിന് അവൾ പറയുമ്പോൾ ഇവളെന്ത് ശെത്തി, ഞാൻ എപ്പോഴാ പറഞ്ഞ അവനെ കാണേണ്ടെന്ന്, ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കാണെങ്കിലും എനിക്ക് അവന്റെ ക്ലാസ്സിൽ തന്നെ ആവണം. ഏതിന് ലീലയും പറഞ്ഞിട്ട് അങ്ങ് പോകും. അതിനുശേഷം ഇൻട്രോൾ സമയത്ത് ക്ലാസ് മാറ്റുന്നതിനെ കുറിച്ച് സാങ്ഷിയും ടീച്ചറിനോട് സംസാരിക്കാൻ വരുമ്പോഴാണ് അവിടുന്ന് ലിങ്ഷിയും പുറത്തേക്ക് വരുന്നത്, സാങ്ഷി വഴിന്ന് മാറൂ എനിക്ക് പോകണം. ഏതിന് ഇവളും പറയുമ്പോൾ അവളും ചെറുതായിട്ട് പേടിച്ച് ബാക്കിലോട്ട് പോകും. അപ്പോഴാണ് അവൾ വീണ്ടും ഫ്രണ്ട് നിന്നിട്ട്, നീ എന്തിനിപ്പോ ഇവിടെ നിന്ന് ടീച്ചറിനെ കാണാനാണോ? ഏതിന് ലിങ്ഷി ചോദിക്കുമ്പോഴാണ് അവളാണെന്ന് പറയും. അതോടെ ഇവളും ടീച്ചറിനെ വിളിച്ച് പറയും സാങ്ഷി കാണാൻ വന്നിട്ടുണ്ടെന്ന്. അതിനുശേഷം അവളും പേടിച്ച് പോകണോ വേണ്ട എന്ന് വെറുതെ നിന്ന് എന്നെ അകത്തേക്ക് പറഞ്ഞയച്ചെന്ന് ടെൻഷൻ ആയിക്കൊണ്ട് അകത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ടീച്ചർ ഇവളെ കണ്ടിട്ട്, സാങ്ഷി നിനക്ക് എന്നോട് എന്തോ പറയാനുള്ള? ഏതിന് ടീച്ചർ ചോദിക്കുമ്പോഴാണ് അവളും ക്ലാസ് മാറ്റിനെ കുറിച്ച് ചോദിക്കണമെന്ന് ആലോചിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവൾക്കത് ചോദിക്കാൻ ധൈര്യമില്ലാതെ ക്ലാസ്സിലെ ഡസ്റ്റർ ചീത്തയായിപ്പോയെന്ന് പറയും. അപ്പോഴാണ് ഇത് ടീച്ചറും, ഡസ്റ്റർ ചീത്തയെന്നോ, അത് പറയാനാണ് ഇവിടേക്ക് വന്ന്. ഏതിന് ടീച്ചർ ചോദിക്കുമ്പോഴാണ് ഇവളുടെ പുറകെ തന്നെ ലീലയും വരും. ടീച്ചറെ ഞാൻ സാക്ഷി പറയുന്ന കാര്യം പറയാൻ വേണ്ടി വന്ന്. ഏതിന് ഇവളും ക്ലാസ് മാറുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ടീച്ചർ ഇത് കേട്ടിട്ട്, നീയും ഡസ്റ്റർ ചീത്തയ കാര്യം പറയാനാണെന്ന്. ഏതിന് ടീച്ചർ ചോദിക്കും. അപ്പോഴാണ് അവള് ഷോക്കായി, എടി നീ ഇപ്പം പറഞ്ഞില്ലായിരുന്നു. ഏതിന് അവൾ തന്നെ ടീച്ചറിനോട് ചോദിക്കും, അല്ല ടീച്ചറെ ഞാൻ ചോദിക്കാമെന്ന് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഈ പ്രാവശ്യം മാർക്ക് കുറഞ്ഞോണ്ട് ഇങ്ങനെ ക്ലാസ് ഒന്നും മാറ്റല്ലേ, ഞങ്ങൾ അടുത്ത പ്രാവശ്യം നല്ലോണം പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചോളാം സത്യം. ഏതിന് ഇവളും സാക്ഷിയും കൂടെ പറയുമ്പോഴാണ് ഇത് കേട്ട് ടീച്ചറും, ക്ലാസ് മാറ്റുന്നെന്നോ? ഞാൻ എപ്പോഴാ പറഞ്ഞ ക്ലാസ് മാറ്റുന്നെന്ന്? ഞാൻ പോലും തീരുമാനം എടുക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ക്ലാസ്സിലേക്ക് പോയിക്കോ, ഞാൻ അവിടെ നിന്ന് സംസാരിച്ചോളാം. ഏതിനെ ടീച്ചർ ഇവരെ പറഞ്ഞേക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവരുടെ ചമ്മി പോകുന്നത്. അപ്പൊ കേട്ട കാര്യങ്ങളൊക്കെ ചുമ്മാ ഫേക്ക് ആണെന്ന്. അതിനെ ശിവര് സന്തോഷത്തി ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ടീച്ചർ അവിടേക്ക് വന്നിട്ട് എല്ലാവരോടും പറയും, പിള്ളേരെ ഇവിടെ ഞാൻ അറിയാതെ തന്നെ എന്തൊക്കെയോ ന്യൂസ് പകരുന്നുണ്ട്, ഞാനേതോ മാർക്ക് കുറഞ്ഞുകൊണ്ട് ക്ലാസ് മുതൽ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന പോലെ. പേടിക്കണ്ട, നിങ്ങൾക്കെല്ലാം ഗുഡ് ന്യൂസ് ഉണ്ട്, ഞാൻ ക്ലാസ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷെ അതിന് പകരമായിട്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ ആരെങ്കിലും മാർക്ക് കുറഞ്ഞു വാങ്ങിച്ചാൽ എല്ലാവരുടെയും സീറ്റ് ഞാൻ മാറ്റും. ഏതിന് ടീച്ചർ പറയുമ്പോഴാണ് ഷെങ്ങും, അയ്യോ ടീച്ചറെ സീറ്റ് എങ്ങനെയാ മാറ്റുന്നത്?
എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ? ഹൈറ്റും വെയിറ്റ് ഒക്കെ അളന്നാണോ? ഏതെങ്കിലും ഇവൻ ചോദിക്കുമ്പോൾ ടീച്ചറും ഞാനിന്ന് ഒളിമ്പിക്സിൽ ആൾക്കാർ ചൂസ് ചെയ്യല്ല, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരുമിച്ചിരുത്താൻ നോക്കുക. അതുകൊണ്ട് പഠിക്കുന്ന ഒരു വ്യക്തിയും പഠിക്കാത്ത ഒരു വ്യക്തിയും ഒരുമിച്ചിരിക്കും, എന്നാലേ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. എക്സാമിന് നിങ്ങൾ പരീക്ഷയ്ക്ക് ലാസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് വാങ്ങിക്കുന്ന വ്യക്തികളോട് ഒരുമിച്ചിരിക്കും. അങ്ങനെ സെക്കൻഡ് വാങ്ങിക്കുന്ന ആള് അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഏതെങ്കിലും ടീച്ചറും പറയുമ്പോഴാണ് ഇത് കേട്ട് ഇവെല്ലാം കൂടെ പ്ലാൻ ചെയ്യും. അങ്ങനെയാണ് ജിൻഹാൻ ഫസ്റ്റ് ആണ്, ഞാൻ ലാസ്റ്റ് വാങ്ങിക്കണം. പക്ഷെ ഷെങ്ങാണല്ലോ ലാസ്റ്റ്, എങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ പൊട്ടും, എന്നാൽ അവന്റെ അടുത്ത് ഇരിക്കാൻ പറ്റും എന്ന് ഇവളെ പോലെ തന്നെ എല്ലാരും പ്ലാൻ ചെയ്തോണ്ടിരിക്കും. ദൈവമേ, ഞാൻ ലാസ്റ്റ് ആണെങ്കിൽ ആ മണ്ടൻ ജിൻഹാന്റെ അടുത്ത് ഇരിക്കാൻ പറ്റൂല്ലേ എന്ന് അവൻ ആലോചിക്കുന്ന അതേസമയം ലീല ഫസ്റ്റ് ആവാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കും. എന്നാല് ഷെങ്ങിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അതേസമയം ലീലയുടെ കൂട്ടുകാരിയും ലീലയുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവരുടെ പ്ലാനെ കണ്ട് അവിടുന്ന് ലിങ്ഷി ദേഷ്യത്തിരിക്കും. ആരെന്ത് തീരുമാനിച്ചാലും ഞാനാ ഫസ്റ്റ് എന്നിട്ട് അവളും കട്ട ദേഷ്യം നോക്കുമ്പോഴാണ് ഇതെല്ലാം കാൽക്കുലേഷൻ ചെയ്ത് നമ്മുടെ ഷെങ്ങും പറ്റത്തില്ല, എനിക്ക് ജിൻഹാന്റെ അടുത്ത് ഇരിക്കാൻ വയ്യ എന്നിട്ട് ഇവനും പറഞ്ഞോടെ അവരെല്ലാരും കൂടെ ചിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് സാക്ഷ്യം നീയൊന്നും പേടിക്കണ്ട ഷെങ്, ഈ തവണ ഞാനായിരിക്കും ലാസ്റ്റ് എന്നിട്ട് അവള് സന്തോഷത്തിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.